അതിശക്തമായ വരൾച്ചയാണ്. പവർ കട്ട് ഉണ്ടെന്നും ലോഡ് ഷെഡിംഗ് ഉണ്ടെന്നും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടെന്നും പറഞ്ഞ് വലിയ ബഹളമാണ് നടക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ സമരമുണ്ട്, ആളുകളുടെ പ്രതിഷേധമുണ്ട്, ചാനൽ ചർച്ച നടക്കുന്നു. പവർ കട്ടല്ല, ഓവർലോഡ് വരുമ്പോഴുണ്ടാകുന്ന ട്രിപ്പ് ആകുന്നതാണെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. മന്ത്രി ട്രിപ്പ് ആകുമ്പോൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അത് ശരിയാക്കാനുള്ള സമയം എടുക്കുന്നതാണ് പ്രശ്നമെന്ന് പറയുന്നു. എന്തായാലും 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് പറഞ്ഞത് പൊളിയുകയാണ്. ആ കഥ പോയി. ഞാനത് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ കേരളത്തിൽ 2004 ഏറ്റവും വലിയ മറ്റൊരു വരൾച്ച വന്നത്. എന്നാൽ അതിനേക്കാൾ വന്നത് ഈ നൂറ്റാണ്ടിലെ വലിയ വരൾച്ച. ഈ കഴിഞ്ഞ കുറേ വർഷത്തെ കണക്കെടുത്താൽ 16 ഏറ്റവും വലിയ വരൾച്ച വന്ന്, 17 ഓഖി വന്നു, 18 പിന്നെ പ്രളയം വന്നു, പിന്നെ 19, 20 ഇങ്ങനെ വന്നു. പക്ഷെ 16 വലിയ വരൾച്ചയുണ്ടായി, വളരെ വലിയ വരൾച്ചയുണ്ടായി കേരളത്തിൽ. ഇന്ന് കണ്ടതുപോലെയല്ല. കുടിവെള്ളക്ഷാമം വളരെ വലിയ പ്രശ്നമായിരുന്നു കേരളത്തിൽ 2016. എന്നാൽ അതിന് മുമ്പേ എടുത്താൽ 2004 പിന്നെ വളരെ വലിയ തോതിൽ കേരളത്തിൽ പ്രശ്നങ്ങളുണ്ടായത്. ആ സമയത്താണ് മഴവെള്ള സംഭരണം, ഭൂജല പരിപോഷണ മാർഗങ്ങളൊക്കെ നടത്താനുള്ള കേരളത്തിൽ ആരംഭിച്ചത്. അതിൻ്റെ സ്റ്റേറ്റ് മാനേജറായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. പിന്നെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ ക്യാമ്പയിൻ കേരളത്തിൽ നടന്നു. മാതൃഭൂമി പത്രം മഴവെള്ളം കുടിവെള്ളം, മലയാള മനോരമ പത്രം പലതുള്ളിയൊക്കെ വലിയ ക്യാമ്പയിനായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ക്യാമ്പയിനായിരുന്നു ജലസംരക്ഷണത്തിന് വേണ്ടി, മഴവെള്ള സംഭരണത്തിന് വേണ്ടി. ആ കാലഘട്ടം മുതൽ നിരവധി ലേഖനങ്ങളും പവർ പോയിന്റ് പ്രസന്റേഷനുകളും സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബുകളും വീഡിയോകളും ഒക്കെ ധാരാളമായി ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ തന്നെ എഴുതി വിവിധ ഏജൻസികൾ, വിവിധ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിച്ച 3 പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിനാണ്. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ കൈവശം അതിൻ്റെ കുറച്ച് കോപ്പി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു സബ്സിഡി റേറ്റിലാണ് നമുക്ക് തരാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ നിങ്ങൾ എന്നെ കൂടി കോൺടാക്ട് ചെയ്യണം. എല്ലാം പോപ്പുലർ ബുക്സ് ആണ്. ഒന്ന് DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള മഴക്കൊയ്ത്തും ജലസുരക്ഷയും. ഇത് 4 പതിപ്പ് കഴിഞ്ഞ് 5-ാം പതിപ്പിലേക്ക് പോയിട്ടുണ്ട്. മനോഹരമായ പുസ്തകമാണ്. എങ്ങനെയാണ് മഴവെള്ളം സംഭരിക്കുക, ഭൂജല പരിപോഷണം നടത്തുക, അതിൻ്റെ സാങ്കേതിക വിദ്യകളാണ് കൂടുതലും ഈ പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. വളരെ വിലക്കുറഞ്ഞ ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അഡ്രസ്സൊക്കെ അയച്ചു തന്നാൽ ഈ പുസ്തകം അയച്ചു തരുന്നതാണ്. വില തരണം. ഇതിന് ഫ്രീ ആണെന്ന് പറഞ്ഞ് ആരും കയറി മൊബൈലിൽ അഡ്രസ്സ് അയക്കരുത്. ഇതിന് വിലയുണ്ട്, വില തരണം. ഇത് മഴക്കൊയ്ത്തും ജലസുരക്ഷയും എന്നുള്ളതാണ് ഈ പുസ്തകം. DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്നത് മഴവെള്ള സംഭരണത്തിൻ്റെ വിവിധ കഥകൾ. അതായത് മഴ ഒരു സമ്പത്താണെന്നും, മഴക്കൊയ്ത്ത് എങ്ങനെയാണ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം, മഴക്കിലുക്കത്തിൻ്റെ രജതരേഖകൾ എന്ന് പറഞ്ഞാൽ മഴവെള്ള സംഭരണത്തിൻ്റെ നാൾവഴികളാണ് അതിനകത്ത് പറയുന്നത്. മഴത്തുള്ളിയുടെ കേരള പാഠങ്ങൾ, കേരളത്തിലെവിടെ മഴത്തുള്ളി സംരക്ഷണ പരിപാടികൾ എന്തൊക്കെ നടന്നു, കിണർ നിറയ്ക്കുന്നത് എങ്ങനെയാണ്, മഴവെള്ളം ഉപയോഗിച്ച് കിണർ റീചാർജ്, ഫെറോസിമൺ ടാങ്ക് നിർമ്മിക്കുന്നത് എങ്ങനെ, കിണർ വൃത്തിയായി സൂക്ഷിക്കുന്നത് എങ്ങനെ, ജലസൗഹൃദമായ ഭവനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, ജലപഞ്ചായത്തുകൾ എങ്ങനെ രൂപീകരിക്കാം. അപ്പോൾ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനും അതുപോലെ തന്നെ കോർപ്പറേഷനുകൾക്കും നഗരസഭകൾക്കുമെല്ലാം വളരെ കൃത്യമായി നടപ്പിലാക്കേണ്ടുന്ന മഴവെള്ള സംഭരണ ഭൂജല പരിപോഷണ മാർഗങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. വളരെ പോപ്പുലർ പുസ്തകമാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ പുസ്തകം എൻ്റെ കയ്യിൽ നിന്നുകൂടി വാങ്ങാൻ ശ്രമിക്കുക. ഞാൻ കുറേ കോപ്പി വാങ്ങി വച്ചിട്ടുണ്ട്. അടുത്ത 2ാമത്തെ വളരെ മനോഹരമായ മറ്റൊരു പുസ്തകമാണ് ജലപാഠം. ഇത് ഇറക്കിയിട്ടുള്ളത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതും വളരെ വില കുറഞ്ഞൊരു പുസ്തകമാണ്, വലിയ വിലയുള്ള പുസ്തകമല്ല. ജലപാഠം എന്ന പേരിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ളത്. ഇതും 3 എഡിഷൻ പോയിട്ട് 4ാമത്തെ എഡിഷനാണ്. 3 എഡിഷൻ പൂർത്തിയായിട്ടുണ്ട്. വളരെ മനോഹരമായൊരു പുസ്തകമാണ്. ജലത്തെക്കുറിച്ചും ജലത്തിൻ്റെ സംരക്ഷണം, കാലാവസ്ഥ മാറ്റവും ജലവിഭവ മേഖലയും, മഴ പ്രകൃതിയുടെ സുഹൃതം, കരുതാം ഓരോ തുള്ളിയും, ജലശുദ്ധി, ജലസ്രോതസ്സുകൾ, ജലത്തിൻ്റെ കാണാപ്പുറങ്ങൾ, ജലലോകം തുടങ്ങി ജലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വളരെ പ്രാഥമികമായി വായിച്ച് മനസ്സിലാക്കേണ്ടുന്ന എന്നാൽ ഗഹനമായി കാര്യങ്ങൾ അറിയേണ്ടതുള്ള വളരെ ലളിതമായൊരു പുസ്തകമാണ് ജലപാഠം. അത് ഞാൻ എഴുതിയതാണ്. ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചതാണ്. അതുപോലെ തന്നെ ഹരിത സാഹോദര്യം, കേരളത്തിൽ ഹരിത കേരളം വേണം എന്ന് ആദ്യമായി ലേഖനം എഴുതുന്നത്, ലേഖനമല്ല ഒരു നിർദ്ദേശം വയ്ക്കുന്നത് മലയാള മനോരമ വഴിയാണ്. മനോരമയുടെ എറണാകുളത്ത് വെച്ച് ചേർന്ന ഒരു സമ്മേളനത്തിൽ, ഒരു ആശയ കൂട്ടായ്മയിലാണ് അത്തരത്തിലൊരു ആശയം ഞാൻ
മുന്നോട്ട് വയ്ക്കുന്നത്. അത് വലിയ ചർച്ചയായി. എൻ്റെ പേരും പടവും ഒക്കെ വെച്ച് പത്രത്തിൽ തന്നെ, മനോരമയിൽ തന്നെ വലിയ ന്യൂസ് വന്നു. അതിനെ തുടർന്ന് കേരളീയ ജനപദത്തിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു, വിശദമായ ലേഖനം എഴുതിയിരുന്നു. അതിനെ തുടർന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിച്ച, അല്ലെങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹരിത സാഹോദര്യം പച്ചമേലാപ്പിൻ്റെ കാണാക്കാഴ്ചകൾ. ഇതും മനോഹരമായ പുസ്തകമാണ്. ഇതിനകത്ത് ജലസംരക്ഷണത്തെക്കുറിച്ചും നീർത്തടാധിഷ്ഠിത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഞാൻ എന്തിന് വൃക്ഷത്തൈകൾ നടണം, വൃക്ഷത്തൈകൾ നടുന്നതിൻ്റെ പ്രാധാന്യം, ഭൂമിയിൽ ജലത്തിൻ്റെ സഞ്ചാരവും വികസനവും, ഭൂമിയിൽ ജലം കടത്തിവിട്ടാൽ എനിക്ക് എന്ത് കിട്ടും, ഇതെല്ലാം വേറൊരു തരത്തിലേക്കുള്ള പുസ്തകമാണ്. പക്ഷേ ടെക്നിക്കൽ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. ഒരു ചിന്തോദ്ദീപകമായൊരു പുസ്തകമാണ്. അവശിഷ്ടങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് മാലിന്യം, പ്ലാസ്റ്റിക് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു മുരിങ്ങയെങ്കിലും നടുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, തഴുകി ഒഴുകുന്ന ഊർജ്ജകിരണങ്ങൾ, സോളാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കാണാതെ മറയുന്ന കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന കഥകൾ, ഹരിത ഭവനങ്ങൾ, ഹരിത ക്യാമ്പസുകൾ, അതൊരു ഹരിത കേരളത്തിൻ്റെ കാര്യങ്ങൾ, ഹരിത സമ്പദ് വ്യവസ്ഥ, ഹരിത ജീവിതശൈലി, ഹരിത സാഹോദര്യത്തിൻ്റെ അടയാളങ്ങൾ എന്ന് തുടങ്ങി വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ 16ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, നിരവധി ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്, തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പോപ്പുലർ എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ഞാൻ വരുന്ന ആളാണ്. ഞാനിത് പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന കേരളത്തിലെ ഏതൊരാളിനും മഴവെള്ള സംഭരണത്തെക്കുറിച്ചും ഭൂജല പരിപോഷണത്തെക്കുറിച്ചുമൊക്കെ എന്നെ വിളിക്കാം, എൻ്റെ സേവനം പ്രയോജനപ്പെടുത്താം. ധാരാളം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലുമൊക്കെ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും നടത്താറുണ്ട്. സന്നദ്ധ സംഘടനകളും ഏജൻസികളും വന്ന് തയ്യാറായാൽ നമുക്ക് വീണ്ടും ഈ വിഷയങ്ങളെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്തൊരു വിഷയമാണ്. ഇന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലും പഞ്ചായത്തിൻ്റെ പദ്ധതികളിലും NGOകളും ധാരാളം NGOകളൊക്കെ ഈ സെക്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു പദ്ധതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗൗരവമായി ഇത് ആലോചിക്കുക, ഈ പുസ്തകങ്ങളും കൂടി വാങ്ങുക. പിന്നെ പുസ്തകം വാങ്ങുന്നവർക്ക് PowerPoint പ്രസൻറ്റേഷൻസ് എൻ്റെ കൈവശം അത് സൗജന്യമായിട്ട് അയച്ചു തരാം. മറ്റ് വീഡിയോസ് ഉണ്ട്, ലേഖനങ്ങളുണ്ട്. കൃത്യമായി നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വാർഡിൽ, നിങ്ങളുടെ സമൂഹത്തിൽ ജലസംരക്ഷണത്തിനും ജലസ്വാശ്രയത്വത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. അതിന് സഹായമായതാണ് ഈ പുസ്തകങ്ങൾ. ദയവായി നിങ്ങളെല്ലാവരും ഇത് മേടിക്കുക, വായിക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും സമൂഹത്തിലും പ്രദേശത്തുമൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ മഴയുടെ സ്വന്തം നാട്ടിൽ, പ്രകൃതിയുടെ സ്വന്തം നാട്ടിൽ പെയ്തൊഴിയുന്ന ഓരോ തുള്ളിയെയും നമുക്ക് കരുതാം. കരുതലോടെ കൃത്യമായി മഴവെള്ളമൊക്കെ സംഭരിച്ചാൽ, ഭൂജല പരിപോഷണം നടത്തിയാൽ നമ്മളുടെ ജലസ്വാശ്രയത്വം നേടാനും ജലദാരിദ്ര്യമെന്ന പ്രശ്നം പരിഹരിക്കാനും കൃത്യമായി കഴിയും എന്നുള്ളതാണ് ഇത് ചെയ്ത ഇടങ്ങളിലെ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ.